മകൻ മൈക്രോസിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും, മറ്റേ പറയണ്ട ഫുഡ് കഴിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നല്ല സിലോപ്പ് പൊള്ളിച്ചത്, മീൻകറി, നല്ല കുടിവെള്ളം അല്ലേ. ഉച്ചയ്ക്ക് വീട്ടിൽ ഇരിക്കുന്നു കൊണ്ടുവരുന്ന ചോറും അത് കൊടുത്തു. ഞാനും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മാറുള്ള ബന്ധങ്ങളാണ്, അത് കൊച്ചാണ്. അപ്പം മാറി ഈ ചെറിയ കട, കുഞ്ഞു കട നടത്തുമ്പോഴും കഴിക്കുന്നത് ആരെങ്കിലും. അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ശരി. ഇപ്പം നല്ല സൗകര്യമായ നേരെ കടയുണ്ട്. എന്നാലും എൻ്റെ തുടക്കം ഇതാണ്, മരണം ഇതിനകത്ത്. അവന് എത്ര കൊല്ലായിട്ട് ഇവിടെ വന്ന് ഈ ഒരു ചെറിയ സെറ്റപ്പിൽ എത്ര ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് എത്ര പേർക്ക് അറിയാമെന്നറിയാമല്ലോ. കഴിച്ച എല്ലാവർക്കും അറിയാൻ പറ്റും. അവരൊക്കെ ഇവിടുത്തെ ദിലീപേട്ടന്റെ ഭയങ്കര ഫാൻസാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് അപ്പനപ്പന്മാരായിട്ടുള്ള ബന്ധം എന്ന് വേണേൽ പറയാം. കള്ളുചത്തും കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫാമിലിയിൽ നിന്നാണ് ദിലീപേട്ടന്റെ കസ്റ്റമറായിട്ടാണ് അപ്പനും മകനുമായിട്ട് ഞങ്ങളൊക്കെ വന്നേക്കണത്. ഞാനൊക്കെ മൈക്കിൾ സി പഠിക്കുന്ന കാലത്ത് തന്നെ കള്ള് ഷാപ്പിൽ കറിയും കപ്പയും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നൊരു ബന്ധം. അതിപ്പം ഇങ്ങനെ വളർന്നു ചൂടിന്റെ പരിപാടിയിലേക്ക് എത്തി. നല്ല രീതിയിലായി. പിന്നെ പിള്ളേർ രണ്ടുപേരും നല്ല കമ്പനിയാണ്. അവര് നമ്മളെപ്പോലെ തന്നെ യോയോ കമ്പനിയാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം അവരുടെ പെരുമാറ്റവും അവരുടെ രീതിയൊക്കെ നമ്മൾ മറക്കൂല. ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാലും നമ്മുടെ മൈൻഡിൽ അവരുടെ കറിയുടെ ടേസ്റ്റും ഭക്ഷണത്തിന്റെ രുചിയും പോലെ തന്നെ അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റമൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി. വന്നത് ഒരുപാട് വൈകിയാണെങ്കിലും ശരി, വന്ന കാലം കൊണ്ട് അവർക്കെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉച്ച കഴിഞ്ഞൊരു ജീവിതം അല്ലേ. എത്ര നല്ല വയസ്സായി ഇപ്പൊ നമ്മുടെ ജീവിതം ഒരു ഉച്ച കഴിഞ്ഞത്. അപ്പൊ അവർക്ക് ആ തലമുറ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പണിക്കാരായാലും എന്റെ കൂട്ടത്തിൽ ഞാൻ നിർത്തത്തില്ല. അതെനിക്കൊരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവന് തോന്നുന്നു സ്വന്തമായിട്ട് തോന്നണം. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ വലിയ ഷെഫൊന്നുമല്ല, സാറിന് തന്നെ ചെയ്ത് പഠിച്ചാൽ എൻ്റെ ഗുരുത്വം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം അച്ഛനമ്മയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ജീവിതത്തിലാണ്. നമ്മൾ എത്ര കോടി ഉണ്ടാക്കി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെല്ലാം ഒരുപടി വെള്ളി അടിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ നമ്മളെ ജനം തിരിച്ചറിയുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ വന്നാൽ നമ്മുടെ പ്രാദേശികമായിട്ടല്ല, പുറത്തുനിന്ന് ഏത് കസ്റ്റമർ വന്നാലും എൻ്റെ കൂടെ നിർത്തി ആ ഒരു കരടകത്ത് എന്തെല്ലാം ചേർന്നുകൊണ്ട് എന്നെ ഞാൻ കാണിച്ചു. അത് നമുക്കറിയാവുന്ന എൻ്റെ ജീവിതം പാചകമാണ്. ഇപ്പൊ നടന്മാരുടെ മോൻ്റെയൊക്കെ അഭിനയമാണ് മറ്റൊക്കെ ജീവിതം അല്ലേ. അപ്പൊ എൻ്റെ ജീവിതം എൻ്റെ പാചകമാകുമ്പോഴത്തേക്ക് അത് മറ്റൊരുത്തിന് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ കാര്യം. അത് വേറെ ആരും ചെയ്യാതിരിക്കാൻ ചെയ്യേണ്ട കാര്യത്തിൽ നമ്മള് ഒരു ഷെഫ് എന്ന രീതിയിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സാധാരണക്കാരൻ്റെ വേഷമായിരിക്കും. ഞങ്ങൾ ദിലീപേട്ടനായിട്ട് ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക. മനസ്സിലായല്ലേ? അതാണ് പറയാ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം ഉച്ച കഴിഞ്ഞു. ഈ പിള്ളേർ ജീവിക്കണം. അവർക്ക് നമ്മളെ ദിലീപേട്ടൻ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദിലീപേട്ടൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സൽപ്പേരുണ്ടല്ലോ ഭക്ഷണത്തിന്റെ കാര്യത്തില്. 11ാം മൈലിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ദിലീപിന്റെ കടയിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബ്രാൻഡ് അങ്ങനെ തന്നെ നിപ്പുണ്ട്. അതുകൊണ്ട് ദിലീപേട്ടൻ കൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ ഇരിക്കാൻ പറ്റിയതും നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ മക്കളെ രണ്ടുപേരും അവിടെ വന്നത് കൈകാര്യം ചെയ്യും. നമ്മളിനി ഇവിടെ ചെന്നില്ലെങ്കിൽ കുഴപ്പത്തിരിച്ച് ഇണക്കി കൊടുത്ത് അത് നമ്മൾ തന്നെ ഇണക്കണം. അതിലെൻ്റെ മൂത്തവനറിയാം. അവന് നന്നായിട്ട് എന്നേക്കാൾ നന്നായിട്ട് അവൻ കളിക്കും. അവനും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന് മുമ്പേ പോയി എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കള്ളഷാപ്പ് നടന്നപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാതെ തലകറിക്ക് വീട്ടു ഇല്ല. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ അവർക്ക് ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു നമുക്കും. ഇപ്പം ഇതൊക്കെ ആയത് എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഞാൻ നോക്കിയത് കൊണ്ട് മാത്രം. നമ്മുടെ കൂടെ ആരെയും നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ മറന്നിട്ട് നമ്മളൊന്നും ചെയ്താൽ നമുക്ക് അഭ്യാസം നല്ലത് ഇല്ലയോ? തീർച്ചയായിട്ടും. എത്ര ഉയരത്തിലാണെന്നോ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഷെഫായിട്ട് നോക്കിയിരിക്കുന്നു അല്ല ഒരിക്കലും ഞാനതിനെ ആഗ്രഹിക്കുന്നു. എന്നത് സാധാരണക്കാരൻ ഇവിടെ ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ദിലീപേട്ടന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അവിടെ ഞാൻ മോനോട് പറഞ്ഞില്ലേ,
എൻ്റെ ജീവിതം എൻ്റെ പാചകമാണ്. അത് മറ്റൊരുത്തരെ പകർന്നു കൊടുക്കുക. അതുകൊണ്ടാണ് മക്കളോട് പറഞ്ഞത്, ഇപ്പം വീഡിയോ എടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാഫുകളെല്ലാം കൂടി അങ്ങോട്ട് കയറി വന്നേച്ച് അവരൊക്കെ അങ്ങ് ഫോട്ടോ എടുത്ത് വീഡിയോയിലിട്ട് മൊത്തം കാണിച്ചിട്ട് കാര്യം. എൻ്റെ കറി ഒരു കറിക്ക് എന്തെല്ലാം ചേർക്കുന്നുണ്ട് അതെൻ്റെ വീഡിയോയിൽ കണ്ടാൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മോനാണെങ്കിലും പറയാം ആ ദിലീപ് എൻ്റെ വീഡിയോ നിർത്തി നമുക്ക് അത് മൊബൈൽ നോക്കി കറിക്കാൻ പറ്റും. അതങ്ങനെ മറ്റൊരുത്തരും ആരെയും അതങ്ങനെ കാണിച്ചു തരുന്നില്ല. ഞാൻ ചിന്തിച്ചെന്താ വെച്ചാൽ എൻ്റെ ജീവിതം പാചകമാണ്. ഇപ്പോൾ സ്റ്റാർ നടന്മാരെ അവരുടെ അഭിനയമല്ല അവരുടെ ജീവിതം പാചകമാണ്. അത് മറ്റൊന്നേരെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കറി വയ്ക്കുന്ന സമയത്ത് ഇവിടെ വരണം. അല്ല ഇപ്പം മക്കളുടെ കൂടെ അങ്ങോട്ട് വന്നാൽ കറിയുടെയൊക്കെ ടേസ്റ്റ് നോക്കി കസ്റ്റമറുടെ ചോദിച്ച് എവിടെയാണ് എന്താണെന്ന് ചോദിച്ച് അതിൽ കാണുന്ന വീഡിയോയും ഇവിടുന്ന് എടുക്കുന്ന വീഡിയോയും ഫിനിഷ് ചെയ്ത് വേണം എല്ലാ കറിയും വെച്ച് ലാസ്റ്റ് മോര് കഴിച്ച് അടിപൊളി. നിങ്ങളുടെ ഈ മോര് കഴിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒന്നും കഴിച്ച് കാണാം. അമ്മാതിരി ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നോക്കിയാ മോളെ അടിപൊളി. അവിടെ കിളി പോയി. അതിന്റെ പ്രത്യേകത കൈയൊക്കെ വേണം കേട്ടോ നമുക്ക്. ചോറ് എവിടെ ചോദിക്കുന്നു. അതുപോലെ മോരുകറി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലായിടത്തും ഉണ്ട് നല്ല എല്ലാവരും പല രീതിയിൽ. പക്ഷെ നമ്മളൊരു വെറൈറ്റി രീതിയിൽ ചെയ്യുന്നു. എന്തായാലും നേരത്തെ ആയിരുന്നു ഇതിന്റെ ആ കൂട്ട് മൊത്തം ഞാൻ കാണിച്ചു തന്നു. എന്തായാലും നമ്മൾ കൂട്ടൊക്കെ വളരെ വിശദമായിട്ട് എല്ലാ കറിയും വെക്കുന്ന കൂട്ട് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അങ്ങാടിയിൽ നിന്ന് മേടിച്ച സാധനം കിഡ്ലി കൊണ്ടുവന്നേക്കണ പച്ച ചെമ്മീനാണ്. പച്ച. ഈ ഫ്രോസൺ പരിപാടി അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു പരിപാടി, ഐസ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്ത പെട്ടക്കണ പെട്ടിച്ചവൻ ചാകാത്ത സാധനമാണ്. എന്താ എനിക്ക് പിടിക്കണമെന്നുണ്ട്. പൊളി സാധനം. ഇതുപോലും പോയിട്ടില്ല. അതിനകത്ത് കിടന്ന് പെട്ടക്കണത്. ഐസ് ഇല്ല. ഐസിന്റെ പരിപാടിയെ ഇവിടെ ഇല്ല. ഫ്രിഡ്ജിന്റെ പരിപാടി ഇല്ല. ഫ്രീസറിന്റെ പരിപാടി ഇല്ല. ഒന്നുമില്ല. ഡയറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അടുപ്പത്ത് വെച്ച് വേവിച്ച് നാട്ടുകാർക്ക് കൊടുക്കുന്നു. അതിന്റെ ടേസ്റ്റ് വേറേതാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമസ്കാരം. ഐ ലവ് യു. ദിലീപേട്ടന്റെ രണ്ടാമത്തെ സന്താനാണിത്. ഞാനാണ് മൂത്തത്. അയ്യോ സോറി. അവൻ അനിയനാ. എനിക്ക് രണ്ടുപേരും തമ്മിൽ മാറി. രാവിലെ പോയി. നാളത്തേക്കാണ് ഇന്നത്തേക്കുള്ള കരിമീനാണത്. ബ്ലഡ് പോയിട്ടില്ല. ഫ്രഷ് മീൻ കൊണ്ട് എല്ലാം മഞ്ഞ വെട്ടിയാണ്. ഈ സാധനം കണ്ടോ? ഇത് എന്റെ നൻപൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഇത് തൊപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ്. നീ പിന്നെ ആദ്യം അവൻ. രാവിലെ കയറിയ കൂന്തല. അതല്ല ഇത്ര വൈകുന്നത്. എന്നാ ട്രാഫിക് പിടിച്ചേരാ. മണം വരും പിടിക്കുന്നത്. ഇത്രയും വലുതാ, ചെറുതല്ല. അപ്പൊ നാടൊക്കെ വേണം, ഫ്രോസണല്ല. നല്ല കൂന്തലാണ്. ഫ്രഷ് ഐറ്റംസ് ആണ്. ഫ്രഷ് ഫ്രോസൺ അല്ല, എക്ദം ഫ്രഷ് ക്യാച്ച് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുന്നു. പച്ച വലിപ്പം വരുന്നുണ്ട്. കളർ പോലും പോയിട്ടില്ല. കണ്ട ഫിഷിന്റെ ഞാൻ പറഞ്ഞില്ലേ അവര് വന്നിട്ട് പോകാന്ന്. കരിമീനൊക്കെ ആണെങ്കിലും നമുക്ക് ഈ കൊടുക്കുന്ന സാധനം ഇതുണ്ട്. അതെ വെർത്താണ് സാധനം. കുമരകത്തെ കരിമീൻ
അടിപൊളി സാധനമാണ്. കരിമീൻ്റെ വലിപ്പവും നോക്കിക്കേ. ഈ കൈപ്പത്തിയുടെ കറക്റ്റ് കൈപ്പത്തി കഴിഞ്ഞ് കിടക്കിയ സാധനം. പൊളി സാധനം. കറി അന്ന് വെട്ടുന്ന അതിന്റെ കണ്ണിലൊക്കെ ഉണ്ടാ ബ്ലഡ് പോയിട്ടില്ല. ഫ്രഷാണ്. ഇതാണ് ഈ മോശക്കാരൻ ദിലീപിന്റെ കടയുടെ പ്രത്യേകത. ഇപ്പോഴാണ് നമുക്ക് മീൻ വരുന്നത്. കാരണം ഇത്രയും ദൂരം ഇപ്പൊ എടുത്തിട്ട് ഇത്രയും ദൂരം വരുന്നതുകൊണ്ടാണ് ഇത്രയും വേഗം. നമുക്ക് മുമ്പേ ദിവസം എടുത്തു വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ രാവിലെ ചെയ്യാം. പക്ഷെ നമ്മൾ അമ്മയെന്ന് നല്ലത്. ഏതായാലും വെർത്താണ് ഇത് സാധനം. മഞ്ഞപ്പൊടി ഇട്ടോ, ഉപ്പിടാണ്, മുളക് പൊടി. ദിലീപേട്ടന്റെ രഹസ്യ കൂട്ടുകൾ നമ്മളിത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു നന്നായിട്ട് പേസ്റ്റ് ആക്കുകയാണ്. ഇത് വറ്റക്കറിക്കുള്ള പരിപാടിയാണ്. വറ്റക്കറി അടുത്താക്കിയിട്ടുണ്ട്. തവി എന്താണ് തവി? ഈ കൂടുതൽ ഇളക്കണ്ട. വെളിച്ചെണ്ണ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞവരോടാണ് പണി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ അരപ്പ് വേഗം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ്. എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് മീൻ തിളച്ച് വാങ്ങാറാവുമ്പോഴത്തേക്ക് ഒഴിക്കുന്ന കാണായിരുന്നല്ലോ. വീട്ടിലൊന്നും ഇതൊന്നും ചെയ്യലട്ടാ.
മെനക്കേടാണ്. പണിയെടുത്ത് ജീവിക്കാൻ കഷ്ടപ്പെടാം. എന്തോ ദിലീപേട്ടന്റെ മീൻ മറിച്ചിടൽ. നീ കുറച്ചാണ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി 15 മിനിറ്റ്, ഇനി 10 മിനിറ്റ്. ഇപ്പൊ തന്നെ ഇതിന്റെ മണം വന്നുണ്ട്. ഇത് തുറന്നിട്ട് അതിന്റെ മണം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് കഠിനാധ്വാനം ചെയ്തിരിക്കുന്നു ഗൈസ്. സത്യം പുറത്തുനിന്ന് ആരും നോക്കാൻ വരണ്ട, ഇവിടെ തന്നെ ഉണ്ട് കൂടെ. വീട്ടിലാണെങ്കിൽ ഇതൊന്നും ചെയ്യല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അത് പിന്നെ അങ്ങനെ ആണല്ലോ. ആരും പറഞ്ഞു പണ്ടൊരു മീൻകറി വെച്ചത് യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ജിനുവായിട്ട് ഭാര്യ വന്നില്ലേ, ആ ഭാര്യയായിട്ട് ഒരു മീൻകറി വെച്ച് ഇത്രയും ഭാര്യയുള്ള ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമാണ്. അമ്മക്ക് കൊണ്ടുപോകാം. മുളക് പൊടി, മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ചെമ്മീൻ മസാലക്കുള്ള സംഭവമാണ്. അവിടെ ആരൊക്കെ എടുത്ത് അവിടെ നനകല്ലേ പിടിഞ്ഞത് ചെമ്മീന് മസാലയൊക്കെ ഇപ്പൊ ഇങ്ങനെ പെരട്ടി അടിപൊളി സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ഇതിന് എണ്ണയിലേക്ക് ഇടലാണ്. അപ്പൊ എടുത്തു വെച്ച ഗ്രേവി നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഒഴിക്കുക. ചെമ്മീൻ്റെ ഗ്രേവിയൊക്കെ സെറ്റാക്കി അതിൽ തേച്ച് പിടിച്ചിട്ട് എനിക്ക് ഉപ്പ് നോക്കാൻ പറഞ്ഞു. കറിയുടെ ടേസ്റ്റിൻ്റെ വായിലിരിക്കുകയാണ്. ഇനി അത് വെളിച്ചെണ്ണയ്ക്കകത്ത് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ടേസ്റ്റ് ആയിരിക്കും, ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനത്തെ മിനുക്ക് പണി കഴിഞ്ഞു. ഇനി ഇത് റെഡി ടു സെർവ് ആയി.
പരിപാടിയുടെ എല്ലാ പരിപാടിയും വറ്റക്കുള്ള പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട വറ്റയാണോ ഇപ്പൊ ഈ കിടക്കണ വറ്റ? ഈ വറ്റ മൊത്തത്തിൽ അങ്ങ് മാറി റെഡി ടു സെർവ് എന്ന പറയുന്ന പരിപാടിയിലേക്ക് എത്തി. ഇപ്പൊ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ മച്ചാൻ ഇപ്പൊ എടുത്തോണ്ട് വന്നേക്കാണ്. ദിലീപേട്ടന്റെ മൂത്ത പുത്രനാണ്. ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ചട്നി അങ്ങോട്ട് വെച്ചിട്ട് അവരവിടെ കൊണ്ട് തുടങ്ങി. ഈ വണ്ടി എടുത്ത് ഈ വണ്ടിയിലാണ് നമ്മൾ. അപ്പൊ ദിലീപേട്ടന്റെ ബ്രാൻഡ് നെയിമായിട്ടുള്ള മീശക്കാരൻ എന്നുള്ള പേരുള്ള ഈ വണ്ടിയിലാണ് ഇവിടുന്ന് ഈ കിച്ചണിൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഹോട്ടലിലേക്ക് പോകുന്നത്. ഓക്കെ, ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. രണ്ടുപേര് കഴിച്ചിട്ട് പോയ സ്ഥലം പിന്നെ നമ്മൾ റിസർവ് ആക്കി കയറിയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തോട്ട് പോയിട്ടില്ല. ഫേമസ് ആയിട്ടുള്ള ഐറ്റം നാടൻ കായൽവറ്റയുണ്ട്. നാടൻ കായൽവറ്റ, കാളാഞ്ചിക്കറി ഉണ്ട്, കരിമീൻ കുരുമുളക് പുള്ളിസുണ്ട്, സിലോപ്പി പുള്ളിസുണ്ട്, സിലോപ്പിക്കറി ഉണ്ട്, കൂന്തൽ റോസ് ഉണ്ട്. പിന്നെ വരുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ട് കക്ക ഫ്രൈ ഉണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, പൊടിമീൻ ഫ്രൈ ഉണ്ട്, പിന്നെ ചെമ്പല്ലി ഫ്രൈ ഉണ്ട്, വരാല് ഫ്രൈ ഉണ്ട്. ಸ್ವಲ್ಪ കൺഫ്യൂഷൻ പിന്നെ തലക്കറികളുണ്ട്. കാളാഞ്ചി തലയുണ്ട്, ഒരു കാളാഞ്ചി തല. പിന്നെ ചെമ്പല്ലി ഫ്രൈ ഉണ്ട്, കാളാഞ്ചി ഫ്രൈ ഉണ്ട്, അത് നാടൻ നമ്മൾ കണ്ട കരിമീൻ അതിൻ്റെ ഫ്രൈ ഉണ്ട്. ഒരു കരിമീൻ ഫ്രൈ എടുക്കാറില്ല, അത് നാടനുമാണ്, നല്ല സാധനമാണ്. ചെമ്പല്ലി ഫ്രൈ മതി. ചെമ്പല്ലി ഫ്രൈ മതി, ശരി. ചെമ്പല്ലി ഫ്രൈ. ചെമ്മീൻ കഴിക്കുമല്ലോ. പിന്നെ കക്കയുണ്ട്, പൊടിമീനുണ്ട്, പിന്നെ കാളാഞ്ചിക്കറിയുണ്ട്, പിന്നെ തലക്കറി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കായൽവറ്റയുണ്ട്. കായൽവറ്റ അടിപൊളി സാധനം. ഉണ്ടോ? ശരി, നമുക്കൊരു കക്കയും കൂടെ വെക്കാം. കക്ക വേണോ പൊടിമീൻ വേണോ? അതാ വേണ്ടത്. പൊടിമീൻ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യക്കുഴ, ഒറിജിനൽ കായൽക്കുഴ. മറ്റേ കക്ക എന്ന് പറയുന്നത് മീറ്റ് എടുത്താൽ പോലെ. കപ്പ വേണോ? ഒരു കപ്പ കൊടുക്കും. കാത്തിരുന്ന് പുരാന്ത് തലക്കറി, കായൽവറ്റ,
കപ്പ ഫ്രൈ നമുക്ക് തോന്നണില്ല നമ്മുടെ ചെറിയ റോസ് ഇനി പറയണല്ലോ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ചെമ്പല്ലി ഫ്രൈ പറയുന്നുണ്ടോ? സമയമൊന്നും വരുന്നില്ല കഴിക്കണം. ഈ വളർത്തണ കളഞ്ചൊന്നുമല്ലേ? ഈ വളർത്തണ കളഞ്ചൊന്നുമല്ലേ? ചെറിയ പോലെ സെയിം ടേസ്റ്റ്. ഞാൻ വെച്ച പച്ചക്കറിയാണ്. Actually, no words. രക്ഷയില്ല. എന്റെ പൊന്നളവ് ഈ തന്ന സാധനമൊക്കെ എങ്ങനെയെങ്കിലും തിന്ന് നിന്നുകൊണ്ട് ഒരാണ്ട് പിടിച്ച് തിന്നോണ്ടിരിക്കുക. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഇനി കഴിക്കാൻ സ്ഥലമില്ല. അമ്മാതിരി ഫില്ലേ. അതിന് മീനിന്റെ എല്ലുമായിട്ടുള്ള യുദ്ധമാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. നടന്നില്ല. നടന്നോ? ഞാൻ അച്ചായനും മീനിന്റെ തലയായിട്ടുള്ള യുദ്ധമാണെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ സാധാരണ പറയണ പോലെ പറയാൻ വേണ്ടി എല്ലാവരും തർപ്പിച്ചു. അച്ചായൻ രണ്ടീന്ന് ഒമേഗ 3. അപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞേക്കോ കണ്ടാൽ അറിയാൻ പറ്റും. ചപ്പൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. മീൻ അടിപൊളി. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്.
ഈ ഒരാൾ ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ ഞാനൊക്കെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ എല്ലാ കറിക്കും ഒരു ടേസ്റ്റ് ആയി പോകും. പക്ഷെ ഇതിവിടെ വന്നിട്ട് ഇപ്പം പച്ചക്കറിക്കാണെങ്കിൽ പച്ചക്കറി ഞാൻ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ കണ്ടതാണ്. പച്ചക്കറിക്കാണെങ്കിൽ വേറെ ടേസ്റ്റ്, കാളാഞ്ചിത്തലയ്ക്കാണെങ്കിൽ വേറെ ടേസ്റ്റ്, അതുപോലെ തന്നെ ചെമ്പല്ലി ഫ്രൈ, കൂന്തൽ ഫ്രൈ, കക്കാറച്ചി, ചെമ്മീൻ ഫ്രൈ, ഇതൊക്കെ യുക്തിയുടെ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമായി പോകും. നല്ലവണ്ണം അടിച്ച് ഫിറ്റായ പോലെ കഴിച്ച് ഫിറ്റായിരിക്കുക. എന്നാലും ഉണ്ട് ദിലീപേട്ട സംഭവം. മഞ്ഞ ഐസ്ക്രീം വേണം നിനക്ക്? ഐസ്ക്രീമാണ്. ഈ സ്ഥലമുണ്ടോ? സ്ഥലമില്ല, എന്നാലും ഒരു ഐസ്ക്രീം കഴിക്കണം. എടാ ഒരു ഐസ്ക്രീം എടുത്ത് നോക്കാം. ഏതേലും ഒരെണ്ണം കിട്ടിയാൽ കഴിക്കും ഞാൻ. അത് മതിയോ? ഗംഭീര ടേസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ആരും നോക്കണ്ട, ആർക്കും ഇല്ല. എനിക്ക് കപ്പ് തന്നാൽ മതി. കപ്പ് തന്നെ എനിക്കല്ലേ. എനിക്ക് കപ്പല്ലാണ്ടൊരു സാധനം അകത്തേക്ക് പോകില്ല. അത് ഇതിന് വയറ്റി സ്ഥലമില്ല, അതുകൊണ്ടാ. സത്യം ഓ സുഖമായിട്ടിരിക്കണം. അതേപോലെ നല്ല ഹാപ്പി ആയിട്ട് നല്ല മൂവ്മെന്റ് ഒക്കെ എടുക്കും. സാധനം കൊണ്ടൊക്കെ വലിയ ഷെഫായില്ലേ? ആ കറി അടുപ്പത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ അറിയാം. കറി വെക്കാൻ അറിയാം. ദിലീപേട്ടന്റെ മൂത്ത പുത്രനാണ് ഈ ഗ്ലാമർ താരം. എന്താ ഒരു കമലഹാസൻ ലുക്കൊക്കെ ഇല്ലേ ഇവന്? എപ്പോ നോക്കിയാലും ഇവന്റെ ഡ്രസ് സെൻസ് എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. ഞാൻ എപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആള് നല്ല ടിപ്പ് ടോപ്പ് ആയിരിക്കും. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 1 ലുക്കിലുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും ആളിട്ടേക്കണേ. ആ കാര്യത്തിൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ചില ഹോട്ടൽ മുതലാളിമാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ കയ്യിലൂടെ കൊടുത്ത് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ ആ കുത്തണ ഭാഗമൊക്കെ ഇങ്ങനെ കറുത്ത് തന്നെ ഇരിക്കും. നല്ല അടിപൊളിയായിട്ട് നാട്ടുകാരുടെ ഒപ്പം, അതായത് വരുന്ന കസ്റ്റമേഴ്സിനോടൊപ്പം അവരോട് തോളോട് തോൾ ചേർന്ന് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിപ്പിച്ച് അതിൻ്റെ ഫീഡ്ബാക്കും കിട്ടി അവരെ യാത്ര അയപ്പിക്കുന്നത് എല്ലാവർക്കും പരിചയമുണ്ടോ? അവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും. ഇത് ഞാൻ ഈ ഭംഗി വാക്കായിട്ട് പറയണമല്ലെന്നുള്ളത് അവർക്ക് മനസ്സിലാകും. വരാത്തവർ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ വരുമ്പോൾ ഞാനത് വണ്ടി മാറ്റിയിടുകയും ഓടിയും പിടിക്കുകയും എല്ലാം ചെയ്യണം. അവിടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ സാർ. അപ്പുറത്തെ അവിടെ അമ്മ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടില് ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ കൂട്ടത്തിലൊരു അസിസ്റ്റന്റ് ഉണ്ടാവും. എത്രയോ പെൺപിള്ളേരുമായിട്ട് ഞാനിവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷെ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. എത്ര പേരുണ്ടായിരുന്നു? പോയി എന്റെ പിന്നെ എണ്ണാൻ പറ്റൂല, എന്തോരം ആൾക്കാരുണ്ടായിരുന്നു. ഉള്ളവരുടെ പറഞ്ഞത് ശരിക്കും വല്ലവരുമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എൻ്റെ സുഹൃത്തുക്കാലം നല്ലത് നമ്മൾ സ്വന്തം ഭാര്യയായിട്ട് വന്ന് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെന്തോരം നമുക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊക്കെ തന്നതാണ്. അതിനൊരു തിരിച്ചു കൊടുക്കൽ. അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു ദിവസം നമ്മൾ ഇതുപോലെ ഫുഡ് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ മുഖത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എടുക്കാൻ പോയി. വരുമ്പോൾ മീൻ വെട്ടിക്കൊണ്ട്
വെട്ടി അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുടിച്ചിട്ട് പിന്നെ മാറും. അപ്പൊ ശരി. ആ. അല്ല നിങ്ങൾ തന്നെ 10 വയസ്സൊന്നും ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കസ്റ്റമേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യുന്ന സംഭവമൊക്കെ നീ ഒന്ന് എടുക്കണം കേട്ടോ. അല്ല അത് പറയണ്ടേ, എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ മതി, എണ്ണം പറഞ്ഞാൽ മതി. ചേർത്തലയിൽ 11 മൈൽ വാഴ കിട്ടിയത്. പിന്നെ നാട്ടുകാർ നീ തന്നെ ബാക്കി തിന്നാൻ പോവല്ലോ ഐസ്ക്രീം. കാണിച്ചു തന്ന എന്താ ഐസ്ക്രീം? അപ്പൊ എന്തായാലും ദിലീപേട്ടന്റെ കട, മീശക്കാരൻ ദിലീപേട്ടന്റെ കടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെന്താ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? റീലിടണോട്ടാ? ആ ഇത് റീലിടണം കേട്ടോ. എവിടെ പോയി? ഞങ്ങളന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയതാ. എവിടെ വീട്? അരൂരാ? ഓക്കെ ബൈ.